നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ചായയും പഴംപൊരി. ഹലോ കേടികളെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് നമ്മുടെ ഈ നേന്ത്രപ്പഴമാണ്. അപ്പൊ നേന്ത്രപ്പഴം കൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ സാധനം എന്താന്ന് വെച്ചാൽ നമ്മുടെ പഴംപൊരിയാണ്. പഴം നമ്മളിതേ തൊലി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാവിൽ മുക്കിയെടുക്കാം. അപ്പൊ ഞാൻ ഒരെണ്ണം മാവിൽ ഇങ്ങനെ മുക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ മുക്ക എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ അധികം ലൂസാക്കണ്ട. ഇത് എടുത്തിട്ട് നമുക്കിത് ഇവിടെ എണ്ണ അടുപ്പത്ത് വെച്ച എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് പഴത്തിന് ഇട്ടിട്ട് പഴംപൊരി ഉണ്ടാക്കാം. ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അടുത്തൊരെണ്ണം കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ തിളച്ച എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ പഴംപൊരി ഇത് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് മറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിപ്പോ മുരിഞ്ഞു നന്നായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പാത്രത്തിലേക്ക് ഇടാം. നമ്മുടെ പഴംപൊരിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അടിപൊളി കളറായിട്ട് മുരിച്ചിട്ട്. അപ്പൊ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ നമുക്കിനി ടേസ്റ്റ് നോക്കലാണ്. നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ട് പഴംപൊരി. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതിനൊപ്പം പിന്നെ നമുക്കിത് ചായ ഉണ്ട്, കഴിച്ചു നോക്കാം നമുക്ക്. നന്നായിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അതിന്റെ കൂടെ തന്നെ നന്നായിട്ട് മുരിഞ്ഞിട്ടും വന്നിട്ടുണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റ്. വിചാരിച്ച പോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നന്നായി പഴുത്ത പഴമായ അതിന്റെ ഒരു നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നേരത്തെ അതിന്റെ ബാറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചില്ല. അത് എടുക്കാൻ മറന്നു പോലെയാണ് സത്യം പറഞ്ഞത്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു ഗ്ലാസ് മൈദ, അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, അത്ര ഇട്ടിട്ട് നമുക്ക് വേണ്ട അളവ് വെള്ളമൊഴിച്ച് എന്നാൽ അധികം കട്ടിയും വരാത്ത പോലെ മാവ് പരുവത്തിൽ ഇളക്കിയെടുക്കണം. അതാണ് നമ്മുടെ ഇതിന്റെ ഈ പഴംപൊരിയുടെ ബാറ്റർ. പഴം പിന്നെ നീളത്തിലായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അതേപോലെ തന്നെ ആക്കിയിട്ട് നമ്മുടെ ഈ പഴംപൊരിയുടെ ആ മാവിലിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുത്താൽ മതി. അധികം കരിഞ്ഞു പോകാതെ നോക്കുക. ഇത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ട് നല്ല അടിപൊളി പഴംപൊരിയാണിത്. ഒരു കടി പഴംപൊരി കടിക്കുക, ഒരു സിപ്പ് ചായ കുടിക്കുക. അതേപോലെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ചായയും പഴംപൊരി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോയും കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ പഴംപൊരി തിന്നട്ടെ. ഓക്കെ.